സേതു ഏറ്റവും അവസാന മിനുക്കുപണികളിലാണ് നിലവിലിപ്പോൾ BBC ഉള്ളത്. കഴിഞ്ഞ കൊല്ലം നമുക്കറിയാം 5 തവണ തുടർച്ചയായിട്ടുണ്ടായിരുന്ന പള്ളാത്തുരുത്തിയുടെ അപ്രമാദിത്യം അവസാനിപ്പിച്ചുകൊണ്ടാണ് BBC കഴിഞ്ഞ കൊല്ലം നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്നത്. ഇക്കൊല്ലവും ആ കിരീടം നിലനിർത്തുമെന്നുള്ള പൂർണ്ണമായ വാശിയുടെ പുറത്താണ് അവർ ഇക്കുറി എന്തായാലും ഒരുങ്ങിയിരിക്കുന്നത്. ഇത്തവണ തലവടി ചുണ്ടലിലാണ് BBC എന്തായാലും തുഴയുന്നത്. അതിൽ ഏറ്റവും അവസാനമായിട്ടുള്ള ഒരുക്കങ്ങളിലാണ് അവരുള്ളത്. ഏറ്റവും അവസാനമായിട്ടുള്ള ഒരുക്കങ്ങളിലാണുള്ളത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ വള്ളം ഇവിടുന്ന് നീരണിയുകയും ചെയ്യും. നമ്മളോടൊപ്പം എങ്ങനെയാണ് ഇപ്രാവശ്യം നമ്മുടെ പ്രതീക്ഷകൾ? വിജയപ്രതീക്ഷ മാത്രമേ ഉള്ളൂ, വേറെ പ്രതീക്ഷയൊന്നും വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പള്ളാത്തുരുത്തിനെ അടിച്ചാണ് കിരീടം നേടിയത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നിലനിർത്തും. പള്ളാത്തുരുത്തി മാത്രമല്ല, പുന്നോട ബോട്ട് ക്ലബ്ബ് ഉണ്ടായിരുന്നു, നിരണം ബോട്ട് ക്ലബ്ബ് ഉണ്ടായിരുന്നു. ആ 3 ബോട്ട് ക്ലബ്ബിലെ അടിച്ചിട്ടാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് സ്വന്തമാക്കിയത് കപ്പ്. ഇപ്രാവശ്യം എങ്ങനെയാണ്? കനത്ത മത്സരമാണല്ലോ, എല്ലാ ഭാഗത്തു നിന്നും നല്ല ശക്തമായ ടീമുകളുണ്ട്. എങ്ങനെ? അതെ, ഇത്തവണ ഒരു ഹീറ്റ്സ് മത്സരം തന്നെ ഒരു ഫൈനലിനോട് തതുല്യമായ മത്സരമായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് എല്ലാ ഹീറ്റ്സുകളും നല്ല ഫൈനലിന് തുല്യമായ ഹീറ്റ്സ് മത്സരങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം? നമ്മൾ 35 ദിവസത്തെ പരിശീലനത്തിന് ശേഷമാണ് കപ്പെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് റേസ് എന്ന് ചമ്പക്കുളം കളിയായിരുന്നു. അതിലൊരു പരാജയമാണ് ഉണ്ടായത്. പരാജയത്തിൽ നിന്നുള്ള വിജയത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള കടമ്പകൾ ഏറി വന്നിട്ടുണ്ട്. ആ കടമ്പകൾ ഏറി ഇനി വിജയം മാത്രമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം. ഇപ്രാവശ്യം കുറച്ച് പുതിയ വള്ളങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് വെല്ലുവിളിയാണെന്ന് തോന്നുന്നുണ്ടോ? പുതിയ വള്ളങ്ങൾ, നല്ല ടീമുകളുണ്ട് പുതിയ വള്ളങ്ങളിൽ തന്നെ. അത് വെല്ലുവിളിയല്ല, കപ്പ് നമ്മൾ നേടുക തന്നെ ചെയ്യും. തീർച്ചയായും. അപ്പോൾ സേതു, അതുതന്നെയാണ് അവരുടെ പ്രതീക്ഷ. കഴിഞ്ഞ കൊല്ലം നേടിയ കപ്പ് ഇക്കുറിയും നിലനിർത്തുമെന്നുള്ള കാര്യത്തിൽ BBCക്ക് തർക്കമൊന്നുമില്ല. ഇപ്രാവശ്യം തലവടി ചുണ്ടലിലാണ് അവരിറങ്ങുന്നത്. എന്തായാലും അതിൻ്റെ ഏറ്റവും അവസാനമായിട്ടുള്ള മിനുക്കുപണികളിലും അല്ലെങ്കിൽ പരിശീലനങ്ങളിലും ഒക്കെയാണുള്ളത്. ഇനിയിപ്പോൾ അവരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ മറ്റൊരു വാമപ്പ് കൂടി ഉണ്ടാവും. വാമപ്പിന് ശേഷം ഏകദേശം ഒരു 8:15 ശേഷം എന്തായാലും തലവടി ചുണ്ടൻ നീരണിയും നീട്ടിലേക്ക് ഇറക്കും. അതിനുശേഷമായിരിക്കും ഇവർ ഇവിടുന്ന് ആഘോഷമായിട്ട് എന്തായാലും പുന്നമടയിലേക്ക് പോവുക. ഏറ്റവും ആവേശത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ ഈ തുഴക്കാരെല്ലാവരും ഈ ഒരു വാമപ്പിന് ശേഷം അവരവരുടെ ഭക്ഷണ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുകയാണ്. ചെയ്തു. ഓക്കെ മനീഷേ, ശരി. അപ്പം ഇതാണ് ആലപ്പുഴയുടെ വിശേഷങ്ങൾ. ഇന്ന് ആലപ്പുഴയിലെ വിശേഷങ്ങൾ തീരത്തില്ല, എത്ര പറഞ്ഞാലും തീരത്തില്ല. ഇനി ആ വള്ളംകളി കഴിഞ്ഞ് ആരുടെ കയ്യിലേക്ക് ഇരിക്കും ആ കപ്പ് എന്നറിയുന്നത് വരെ ആലപ്പുഴ തന്നെയാണ് ഇന്നത്തെ കേന്ദ്ര ബിന്ദു. അപ്പം